If two liquids of same masses but densities ρ1 and ρ2 respectively are mixed, then the density of the mixture is given by നമ്മളത് പഠിച്ചിട്ടുള്ളൂ മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി രണ്ട് സെയിം മാസ് ആണെങ്കിൽ മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി എങ്ങനെ വരും 2ρ1 ρ2 ഡിവൈഡഡ് ബൈ ρ1 പ്ലസ് ρ2 അല്ലയോ. സെയിം വോളിയം ആയിരുന്നെങ്കിലോ ρ1 പ്ലസ് ρ2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. നമ്മളിത് തിയറി തൊട്ട് മുന്നേ കേട്ടതാ അല്ലയോ, നമ്മൾ മുന്നേ കേട്ടതാ ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലയോ. മിക്സ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്താ വരും, ഡെൻസിറ്റി എഫക്റ്റീവ് ഡെൻസിറ്റി എന്തായിരിക്കും, ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ടോട്ടൽ മാസ് ഇവിടെ എന്താ മാസ് സെയിമാ, സോ രണ്ട് ലിക്വിഡിൻ്റെയും മാസ് സെയിമാ, സോ ടോട്ടൽ മാസ് എന്ത് വരും m പ്ലസ് m 2m വരും ഡിവൈഡഡ് ബൈ വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ v1 പ്ലസ് v2, പക്ഷേ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ മാസ് ബൈ വോളിയം. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും അല്ലയോ. സോ v1 എന്ന് പറഞ്ഞാൽ മാസ് ബൈ ρ1 എന്ന് എഴുതാം, മാസ് സെയിം ആയതുകൊണ്ട് m എന്ന് തന്നെ വിളിച്ചാൽ മതി. സോ m ബൈ ρ1. v2 എന്ന് പറയുമ്പോൾ എന്ത് വരും m ബൈ ρ2 വരും അല്ലയോ. സോ m എല്ലാം കൂടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ ρ1 പ്ലസ് 1 ബൈ റോ2 എന്ന് വരുമായിരുന്നു. m ക്യാൻസൽ ആവും. സോ എഫക്റ്റീവ് ഡെൻസിറ്റി എന്ത് കിട്ടും 2 ഡിവൈഡഡ് ബൈ 1 ബൈ ρ1 പ്ലസ് 1 ബൈ റോ2. ഓക്കെ, സോ ഇതുകൂടെ അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പം 3 ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, മിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈക്വൽ മാസുള്ള 3 ഫ്ലൂയിഡ് മിക്സ് ചെയ്യാമെന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം പോരാ, അതെങ്ങനെ വന്നതെന്നും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എഫക്റ്റീവ് ഡെൻസിറ്റി. ഓക്കെ, സോ മാസ് സെയിം ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 3 ലിക്വിഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ m പ്ലസ് m പ്ലസ് m 3m എന്ന് വന്നേനെ. സോ ഇവിടെ മേളിൽ 3 വന്നേനെ ഡിവൈഡഡ് ബൈ 1 ബൈ ρ1 പ്ലസ് 1 ബൈ റോ2 പ്ലസ് 1 ബൈ റോ3 എന്ന് വന്നേനെ. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. ഓക്കെ, സോ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് താണ്ട് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക 2ρ1 ρ2 ഡിവൈഡഡ് ബൈ റോ1 പ്ലസ് റോ2. ഇനി അറിഞ്ഞൂടെങ്കിൽ 1 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, എഴുതി പോയി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സോ അങ്ങനെ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. If pressure at half depth of a lake is equal to 2/3 pressure at the bottom of the lake, then what is the depth of the lake? ഓക്കെ, ഈ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അതാ നോക്കിയാൽ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേക്കിൻ്റെ ബോട്ടത്തിലൊരു പ്രഷർ ഉണ്ട്. സോ അതിനെ ഞാൻ എന്ത് വിളിച്ചു, PB എന്ന് വിളിക്കാം. ഓക്കെ, ബോട്ടത്തിലെ പ്രഷർ. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് A എന്ന് പറയുന്നത്. അങ്ങനെ എവിടെ ഉള്ള പോയിന്റ് അല്ല, ലേക്കിൽ നിന്ന് എത്ര ഹൈറ്റ്, h/2 ഹൈറ്റിലുള്ള ഒരു പോയിന്റാണ്. സോ അതിനെ A എന്ന് വിളിക്കാം. സോ അവിടുത്തെ പ്രഷറിനെ PA എന്ന് വിളിക്കാം. ഇനി നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, ഈ ലേക്കിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഈ ലേക്കിൻ്റെ ഹൈറ്റ്. ഓക്കെ, h എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ടോപ്പിൽ നിന്ന് ബോട്ടം വരെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. എങ്ങനെ ചെയ്യാം, ഈസിയാണ് ചെയ്യാനായിട്ട്, എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമുക്ക് തന്നിട്ടുണ്ട് ചെയ്യാനുള്ള കണ്ടീഷൻ. എന്താ പറഞ്ഞേക്കുന്നത്, PAയിലെ പ്രഷർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് 2/3 ടൈംസ് ഓഫ് PB ആണെന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ബോട്ടത്തിലെ പ്രഷറിൻ്റെ 2/3 ആയിരിക്കും എന്തോന്ന് ടോപ്പിലെ പ്രഷർ PA എന്ന് പറയുന്നത്. സോറി, ടോപ്പിലല്ല, h/2 ഹൈറ്റിലെ പ്രഷർ PA എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം, PA എന്ന് പറഞ്ഞാൽ എന്താ, PA എന്ന് പറയുന്ന പ്രഷർ എന്താ നമുക്കറിയാം. PA എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, P0 പ്ലസ് h/2 ρg അല്ലയോ. കാരണം ഈ ഹൈറ്റ് എത്ര, h/2. സോ P0 പ്ലസ് h/2 ρg ഈസ് ഈക്വൽ ടു 2/3 ടൈംസ് ഓഫ് PBയിലെ പ്രഷർ എന്താ, അതും P0 പ്ലസ് എന്താ h ρg ഉണ്ടല്ലോ. ടോട്ടൽ ഹൈറ്റ് h ഉണ്ട്, h ρg. സോ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാന്ന് നോക്കിയേ. P0 പ്ലസ് h/2 ρg ഈസ് ഈക്വൽ ടു 2/3 P0 പ്ലസ് 2/3 h ρg. P0 ഉള്ള ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം, എന്നിട്ട് P0 കോമൺ എടുക്കാം. സോ P0 ഇൻറ്റു എന്ത് കിട്ടും, 1 മൈനസ് 2/3 എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു h ρg കോമൺ ആയിട്ട് എടുക്കാം. h ρg കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2/3 മൈനസ് 1/2 എന്ന് കിട്ടും, which is equal to P0 into 3 minus 2 1/3. So P0 into 1/3 is equal to എന്ത് കിട്ടും, h ρg into 2/3 4 minus 3 1/6 എന്ന് കിട്ടും, 1/6. സോ ഈ 3യും 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ വേണമെങ്കിൽ 2 എന്ന് കിട്ടും. സോ h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. h is equal to എന്താ, 2P0 by എന്ത് വരും, ρg എന്ന് വരും, which is equal to 2 into P0 എത്ര നമുക്കറിയാം, 1.01 into 10⁵. നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയാൽ 10, 20, 60, 30. അപ്പോൾ അങ്ങ് കിടക്കുന്ന ഓപ്ഷൻസ് അല്ലയോ, നല്ല ഡിഫറൻസ് ഉണ്ട് ഓപ്ഷൻസ്. സോ 1.01 നമ്മൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, 1 into 10⁵ എന്ന് കിട്ടാൽ മതി. ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എത്ര, 1000 അല്ലെങ്കിൽ 10⁵. G എത്ര, 10 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 10 ക്യൂബും 10⁴ എന്ന് പറയുന്ന എലമെൻറ്റും ഇതും പോവും, ഒരു 10 ആവും. സോ 20 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ 20 മീറ്റർ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളാണ്, നമുക്ക് തന്നിട്ടുണ്ട് കണ്ടീഷൻ PA ഈസ് ഈക്വൽ ടു 2/3 PB. ഇനി PA എഴുതുക P0 പ്ലസ് h/2 ρg, PB എഴുതുക P0 പ്ലസ് h ρg. സിമ്പിൾ. ഓക്കെ, സോ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
A rectangular film of liquid is extended from 4 cm into 2 cm to 5 cm into 4 cm. If the work done is 3 into 10 raised to minus 4 joule, then the value of surface tension of the liquid is. Okay, simple ആ ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത് 4 into 2 cm, അതായത് 8 cm സ്ക്വയർ ഏരിയയിൽ നിന്നും അതിനെ എങ്ങോട്ട് മാറ്റി? ഒരു റെക്ടാങ്കുലർ ഫിലിം ഉണ്ടായിരുന്നു, 8 cm സ്ക്വയർ ഏരിയയിൽ നിന്നും അതിനെ എങ്ങോട്ട് മാറ്റി? 20 cm സ്ക്വയർ ഏരിയയിലോട്ട് മാറ്റി, അല്ലയോ? 5 into 4 20 cm സ്ക്വയർ ഏരിയയിലോട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറ്റാനെടുത്ത വർക്ക് ഡണ്ണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താ? സർഫസ് ടെൻഷൻ. ആ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അല്ലയോ, 8 cm സ്ക്വയറിൽ നിന്ന് 20 cm സ്ക്വയർ ആയത് ഏരിയ കൂടി. ഏരിയ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും? സർഫസ് എനർജി കൂടും. അതായത് സർഫസ് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കൂടിയ സർഫസ് എനർജി അല്ലെങ്കിൽ കുറഞ്ഞ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അത് വർക്ക് ഡൺ ആയിരിക്കും. കൂടുതലായിക്കോട്ടെ കുറവായിരിക്കോട്ടെ, എന്തായാലും എനർജിയിലുള്ള ചേഞ്ച് എന്തായിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും. നമുക്കറിയാമല്ലോ, ഒരു ഇനിഷ്യൽ എനർജി ഉണ്ടായിരുന്നു UI എന്ന് വിളിക്കുക. ഇനി ഞാനൊരു വർക്ക് ഡൺ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ എനർജി എന്ത് ചെയ്തു? ഫൈനൽ എനർജിയായി UFI. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ചെയ്താൽ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജി, ഇല്ലയോ? ഓക്കെ, സോ ഫൈനൽ സർഫസ് എനർജി മൈനസ് ഇനിഷ്യൽ സർഫസ് എനർജി ചെയ്താൽ അത് എന്ത് കിട്ടാൻ? വർക്ക് ഡൺ കിട്ടാൻ. ഓക്കെ ആണോ? ഓക്കെ, സോ ഫൈനൽ സർഫസ് എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം 2T, അല്ലയോ? ഏരിയ എത്ര ഏരിയ വരുന്നുണ്ട്? മുകളിലും താഴെ ഏരിയ വരുന്നുണ്ട്. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നറിയാം. ടെൻഷൻ സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ A1. ഫൈനൽ എന്താ? 2TA2. ഓക്കെ, സോ UF മൈനസ് U എന്ന് പറയുമ്പോൾ 2T കോമൺ ആയിട്ടുണ്ട്, അതിന് വെളിയിലെടുത്താൽ മതി. A2 മൈനസ് A1. സോ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഏരിയ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 2T ഇൻറ്റു നമുക്കറിയാം 2T ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് സർഫസ് എനർജി എന്ന് പറയുന്നത്. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ആ ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി, ഡെൽറ്റ എ എടുത്താൽ മതി. 2T ഇൻറ്റു ഡെൽറ്റ എ എടുത്താൽ മതി. A2 മൈനസ് A1, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഓക്കെ ആണോ? ഓക്കെ, സോ ഫൈനൽ മൈനസ് ഇനിഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു 2T ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എത്ര? 20 cm സ്ക്വയർ ഉണ്ടായിരുന്നു. സോറി, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയപ്പോൾ പറ്റിയതാ സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ 20 cm സ്ക്വയർ ആയി, 8 cm-ൽ നിന്ന് 20 ആയി. സോ ചേഞ്ച് ഇൻ ഏരിയ എത്ര? A2 മൈനസ് A1 എത്ര? 20 മൈനസ് 8 എത്ര? 12 cm സ്ക്വയർ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നത്. പക്ഷേ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണോ നമുക്ക് ആൻസർ വേണ്ടുന്നത്? അല്ല, നമുക്ക് എല്ലാം എന്താ SI യൂണിറ്റിലായിരിക്കും കിടക്കുന്നത്. സോ സെൻറ്റിമീറ്ററിന് നമ്മൾ എന്താക്കണം? മീറ്ററിലാക്കണം. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പോഴോ 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് ആലോചിച്ചത് എത്ര? 10⁻⁴. സോ 12 ഇൻറ്റു 10⁻⁴. ഇനി വർക്ക് ഡൺ ആൾറെഡി നമ്മുടെ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 3 ഇൻറ്റു 10⁻⁴. സോ 10⁻⁴, 10⁻⁴ ക്യാൻസൽ ചെയ്യാം. 3യും 12 കൂടെ ക്യാൻസൽ ചെയ്യാം, 4. സോ T ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഇപ്പുറത്തോട്ടുണ്ട് വരെ 1/8 എന്ന് കിട്ടും, ഇല്ലയോ? സോ 1 ഡിവൈഡഡ് ബൈ 8 എന്താ? 0.125 എന്ന് കിട്ടും. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ. നമ്മളെല്ലാം SI യൂണിറ്റായി യൂസ് ചെയ്ത്. സോ ന്യൂട്ടൺ പെർ മീറ്റർ ആൻസർ കിട്ടും. ഓപ്ഷൻ C ആയിരിക്കും എന്തെന്ന് കറക്റ്റ് ആൻസർ. സിമ്പിളാണ് അല്ലേ? നമ്മൾ പഠിച്ച അതേ കൺസെപ്റ്റുകൾ തന്നെ. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A film of water is formed between two straight parallel wires of length 10 cm each. അപ്പോൾ 10 cm ഉള്ള രണ്ട് വയറുണ്ടായിരുന്നു. ആ വയറിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേഷൻ എത്ര വന്നിട്ടുണ്ട്? 0.5 cm എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇഫ് ദെയർ സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 millimeter. 1 millimeter, അതായത് 1 millimeter എന്ന് പറഞ്ഞാൽ എത്ര? 0.1 cm. അതായത് 0.5 cm അത് എന്തോ ആയി? 0.6 cm മാറി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വലിച്ച്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദെയർ സെപ്പറേഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ 1 millimeter വൈൽ സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദെയർ പാരലിസം. പാരലായിട്ട് തന്നെ നിൽക്കുക. 1 millimeter ഇങ്ങോട്ട് വരും. 1 millimeter എന്ന് പറഞ്ഞാൽ 0.1 cm, അതായത് 0.5 cm എത്രയായി? 0.6 cm ആയി. ഓക്കെ, ഹൗ മച്ച് വർക്ക് വിൽ ഹാവ് ടു ബി ഡൺ? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ, സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് നമുക്കറിയാം 2T ഇൻറ്റു റെക്ടാങ്കുലർ ഫിലിമല്ലേ, 2 ഏരിയ ഉണ്ടല്ലേ, മുകളിലും താഴെ. സോ 2T ഇൻറ്റു ഡെൽറ്റ എ ചെയ്താൽ മതി, ഇല്ലേ? ചേഞ്ച് ഇൻ ഏരിയ ചെയ്താൽ മതി. ഡെൽറ്റ എ എവിടെ? എത്ര? ഇത് 10, ഇത് 10 cm, ഇത് 0.5 cm. സോ ശരിക്കും പറഞ്ഞാൽ ഏരിയ എത്ര? ഇനിഷ്യലി ഉള്ള ഏരിയ എത്ര ആയിരുന്നു? ഇനിഷ്യലി ഉള്ളത് 10 ഇൻറ്റു 0.5, അതായത് 5 cm സ്ക്വയർ ആയിരുന്നു. ഇനി ഫൈനലി എത്ര ആയി? അത് 6 cm സ്ക്വയർ ആയി. 5 cm സ്ക്വയർ ആയിരുന്നു, അത് എത്ര ആയി? 6 cm സ്ക്വയർ ആയി. സോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എത്ര? 1 cm സ്ക്വയറാ, അല്ലേ?
ഇതെല്ലാം ഇങ്ങനെ എഴുതി ചെയ്യാൻ നിൽക്കണ്ട. 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാം 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത എത്രയായി 0.1 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടിയപ്പം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഫൈനൽ ഏരിയ 6 ഉണ്ട്. സോ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ? ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ, അത് എത്ര? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് വേണ്ടുന്നതെല്ലാം SI യൂണിറ്റിലായതുകൊണ്ട്, നമ്മുടെ ഓപ്ഷൻസ് എല്ലാം SI യൂണിറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മീറ്റർ സ്ക്വയറിലാക്കണം. ഓക്കെ, സോ മീറ്റർ സ്ക്വയറിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁻⁴. ഓക്കെ ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കെല്ലാം തന്നിട്ടുണ്ട്. 2 ഇൻറ്റു ടെൻഷൻ തന്നിട്ടുണ്ട്. ടെൻഷൻ എത്ര? 7.2 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു 10⁻⁻4 വിച്ച് ഈസ് ഈക്വൽ ടു 7.2 ഇൻറ്റു 2 എത്ര? 72 ഇൻറ്റു 2 എത്ര? 70 140 144 വരും ഇല്ലയോ? സോ 14.4 7.2 അല്ലേ, 72 അല്ലായിരുന്നു 7.2. സോ 14.4 ഇൻറ്റു 10⁻⁻4 - 6 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഓപ്ഷനിൽ 1.44 നടക്കുന്നില്ലയോ? നമുക്കൊരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? 1.44 ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 10⁻⁻6 ഇൻറ്റു 10 എന്താവും? 10⁻⁻5 ആവും. സോ ആൻസർ എത്ര? 1.44 ഇൻറ്റു 10⁻⁻5 ജൂൾ. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. Work done in splitting a drop of water of 1 millimeter radius into 64 droplets. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ, സോ സിമ്പിളാണ്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇത് ലിക്വിഡ് ഡ്രോപ്പ് അല്ലയോ? സോ ലിക്വിഡ് ഡ്രോപ്പ് ആകുമ്പം ടെൻഷൻ ഇൻറ്റു സർഫസ് ടെൻഷൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഏരിയ ചെയ്താൽ മതി. ഓക്കെ, എക്സ്പോസ്ഡ് ഏരിയ എത്രയേ ഉള്ളൂ? ഒരൊറ്റ ഏരിയയേ ഉള്ളൂ. ഓക്കെ, 2 ടൈംസ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഇവിടെ ചെയ്യേണ്ടി വരത്തില്ല. ലിക്വിഡ് ഡ്രോപ്പ് ആയുണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചോണം. നമ്മൾ ഇതിന് മുന്നേ ചെയ്തപ്പോൾ എന്താ? 2 ടൈംസ് ഏരിയ ചെയ്ത്. കാരണം എന്താ? മുകളിൽ ഏരിയ ഉണ്ടായിരുന്നു, താഴെ ഏരിയ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ പക്ഷേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഏരിയ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഒറ്റ ഏരിയ ഉള്ളൂ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് അല്ലേ. സോ ആ സർഫസ് ലിക്വിഡ് ഡ്രോപ്പിന് എത്ര സർഫസേ ഉള്ളൂ? ഒരൊറ്റ സർഫസേ ഉള്ളൂ. സോ ഒറ്റ ഏരിയ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ടെൻഷൻ ഇൻറ്റു ഏരിയ. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്ത്? സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി. ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? നമുക്കറിയാം ആദ്യമേ എത്ര ആയിരുന്നു ഏരിയ? 4πr² ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഏരിയ എത്ര? ഇത് A1 ആയിരുന്നു വിചാരിക്കുക. ആദ്യത്തെ ഇനിഷ്യൽ ഏരിയ AI എന്ന് വിചാരിക്കുക. ഫൈനൽ ഏരിയ എത്ര? ഫൈനൽ ഏരിയ ഇതിനെ 64 ഈക്വൽ ഡ്രോപ്സ് ആക്കി മാറി, വേറൊരു റേഡിയസ് ഉള്ള 64 ഈക്വൽ ഡ്രോപ്സ് ആക്കി എന്ത് ചെയ്ത്? സ്പ്ലിറ്റ് ചെയ്ത്. സോ അതെന്ത് ചെയ്ത്? ടോട്ടൽ ഏരിയ എത്ര വരും? 64 ഇൻറ്റു 4πr² എന്ന് വിളിക്കാം. ഓക്കെ, R² എന്ന് വിളിക്കാം. ഓക്കെ, R ഫൈനൽ സ്ക്വയർ എന്നാണ് വിളിക്കാം, RF² എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് 4πr² ആയിരുന്നു ഇനിഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയ എന്താ? 64 ഇൻറ്റു 4πr ഫൈനൽ സ്ക്വയർ. ഓക്കെ, ഒരു കുഞ്ഞു ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്താ? RF ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ചേഞ്ചിൻ്റെ ഏരിയ എങ്ങനെ എഴുതാം? നമുക്ക് ചേഞ്ചിൻ്റെ ഏരിയ എഴുതാം 4πr ഫൈനൽ സ്ക്വയർ ഇൻറ്റു 64 മൈനസ് 4πr², which is equal to സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് 72 ഇൻറ്റു 10⁻⁻³ ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? 4π എന്ത് ചെയ്യാമെങ്കിൽ കോമൺ എടുക്കാം. സോ 4π കോമൺ എടുത്ത് അകത്ത് എന്തുകൊണ്ട്? 64 RF² മൈനസ് R². R²ൻ്റെ വാല്യൂ അറിയാം, 1 millimeter സ്ക്വയറാണ്. അവിടെ നിൽക്കട്ടെ, നമുക്കത് കണ്ടുപിടിക്കാം. സോ 72 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π ഇൻറ്റു ഇതാ നോക്കിയേ. ഇനി RF R തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? നമുക്കറിയാം വോളിയം എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആവുന്നില്ല, കൺസർവ് ആയിട്ടിരിക്കുമല്ലോ. സോ വോളിയം കൺസർവേഷൻ വെച്ച് നമുക്ക് ആ റിലേഷൻ കണ്ടുപിടിക്കാം. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 4/3πr³ ഉണ്ടായിരുന്നു. ഫൈനലി വോളിയം എത്ര തന്നെ? സെയിം വോളിയം തന്നെ. അത് പക്ഷേ ആ വോളിയം എങ്ങനെ വന്നത്? 64 കുഞ്ഞു ഡ്രോപ്പ് ചേർന്ന് ആ വോളിയം ഉണ്ടായതില്ലയോ. സോ 64 ഇൻറ്റു 4/3πr കുഞ്ഞാറെന്ന് എടുക്കാം. RF എന്നെപ്പോഴും എഴുതേണ്ട, കുഞ്ഞാറെന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോ 4/3πr³. സോ 4/3π നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സോ R³ കുഞ്ഞാറെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? വലിയ R³ A/64 ആയിരിക്കും. സോ R എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? വലിയ R / 4 ആയിരിക്കും. ഓക്കെ, 4ൻ്റെ ക്യൂബ് ആയിരിക്കും എന്ത് വരുന്നത്? 64 വരുന്നത്. സോ R എന്ന് പറയുന്നത് എന്ത് കിട്ടി? R/4 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 64 ഇൻറ്റു കുഞ്ഞാറിന് പകരം നമുക്ക് എന്ത് എടുക്കാം? വലിയ R കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. സോ R-ൻ്റെ സ്ക്വയർ ആകുമ്പോഴോ സ്ക്വയർ ചെയ്യണം വലിയ 4നെ സ്ക്വയർ ചെയ്താൽ 16 മൈനസ് R², വിച്ച് ഈസ് ഈക്വൽ ടു
72 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π ഇൻറ്റു ഇതാ നോക്കിക്കേ. ഇവിടെ നമുക്ക് 16 ഉം 64 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 16 ഉം 64 തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ടും 16 ഇൻറ്റു 4 ആണെന്ന് തോന്നുന്നു 64 വരുന്നത്. സോ 4r² മൈനസ് r² എത്ര? 3r². സോ 3r². ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ആൻസറിലായി, നമ്മൾ ആൻസറിൽ എത്തിക്കഴിഞ്ഞു. സോ 72 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π. പയ്യെ വേണമെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം? 3.14 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 22/7 എന്ന് വിളിക്കാം. 22/7 ഇൻറ്റു 3 ഇൻറ്റു r². r² എത്ര? r എത്ര? ഇവിടെ 1 മില്ലിമീറ്റർ. അപ്പം 1 മില്ലിമീറ്ററിൻ്റെ സ്ക്വയർ ചെയ്യണം അല്ലേ, r² ചെയ്യണം. സോ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കി, നമുക്ക് എല്ലാ SI യൂണിറ്റ് വേണം മില്ലിമീറ്ററിന് മീറ്റർ ആക്കാൻ. 10⁻³ r² വരുന്നത്. അപ്പോൾ 10⁻³ ദ ഹോൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. സോ 10⁻³ ദ ഹോൾ സ്ക്വയർ 1 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ 10⁻6. ഓക്കെ ആണേ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ ഇതാണ്ട് നോക്കിയേ, ഓപ്ഷൻസൊക്കെ അത്യാവശ്യം ദൂരെ കിടക്കുക. 10⁻6 എല്ലാത്തിലും കോമൺ 2 ഉണ്ട്, 2.4, 4, 5.4. ഓക്കെ, നമുക്ക് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. 7ഉം 72 വേണമെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 7 ഇൻറ്റു 10 ആണല്ലോ 70. അപ്പോൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 10 ആവും. ഓക്കെ, അപ്രോക്സിമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സാക്ട് വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി ചെയ്യുന്നില്ല. ഓക്കെ, സോ 7ഉം 72 കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്രോക്സിമേറ്റ് 10 എന്ന് കിട്ടും. 10 പോയിൻറ്റ് സംതിങ് വരുന്നത് 10 എന്ന് നമുക്ക് എടുക്കാം. ഇനി അതേപോലെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10⁻12. ഓക്കെ, 12 ഇൻറ്റു 22 എന്ത് കിട്ടും? 12 ഇൻറ്റു 22. 12 ഇൻറ്റു 22 നമുക്ക് 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 22. 12 ഇൻറ്റു 22 നമുക്ക് 256 എന്ന് കിട്ടും അല്ലേ? 256. ഓക്കെ, 256 അല്ല, 264 കിട്ടും അല്ലേ? 264. സോ 264 ഇൻറ്റു 10⁻6 അതേപോലെ കിടപ്പുണ്ട്. 10 ഇൻറ്റു 10⁻³ എത്ര? 10⁻² അല്ലയോ? അതായത് ഡിവൈഡഡ് 1/100 എന്ന് വരും. 10⁻². സോ 10⁻² ആകുമ്പോൾ ഇത് 2.64 എന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ. സോ 2.64 ഇൻറ്റു 10⁻6 എന്ന ആൻസർ കിട്ടും. സോ അപ്രോക്സിമേറ്റ് നമുക്ക് നോക്കുമ്പോൾ 2.4 ഇൻറ്റു 10⁻6 ജൂൾ ആൻസർ ആയിട്ട് കിടപ്പുണ്ട്. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അങ്ങനെ നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Radius of a soap bubble is increased from R to 2R. Work done in this process in terms of surface tension is. Okay, so R എന്ന് പറയുന്ന റേഡിയസ് ഉണ്ടായിരുന്നു, അതെന്തായി? 2R ആയി. സോ സർഫസ് ഏരിയ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. സർഫസ് ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ സർഫസ് എനർജി ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ഇൻ സർഫസ് എനർജി കണ്ടുപിടിച്ച് ആര് കിട്ടും? വർക്ക് ഡൺ കിട്ടും. നമ്മൾ കുറേ കണക്ക് ചെയ്തതായതേപോലെ അല്ലയോ? സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ എന്നങ്ങ് എടുത്താൽ മതി അല്ലേ? വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി. ഇനി ഇവിടെ നോക്കിയാൽ ഇതൊരു സോപ്പ് ബബിളാണ്. സോപ്പ് ബബിൾ ആകുമ്പോൾ എത്ര സർഫസ് ഉണ്ട്? 2 സർഫസ് ഉണ്ട്. സോ 2 സർഫസിനും ടെൻഷൻ കാണും, സർഫസ് ടെൻഷൻ കാണും. സോ ഒരു 2 കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 ഏരിയ ഉണ്ടെങ്കിൽ 2 ഇൻറ്റു എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ സോപ്പ് ബബിളിൻ്റെ കേസ് 2 ഏരിയ ഉണ്ട്. സോ 2 ഇൻറ്റു ΔA ചെയ്താൽ മതി. ΔA എന്ന് പറയുമ്പോൾ എത്ര? ΔA ചേഞ്ച് ഇൻ ഏരിയ, ഫൈനൽ ഏരിയ എത്ര? ഫൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ 4πr² അല്ലേ? ഫൈനൽ റേഡിയസ് എത്ര? 2R. 2Rൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 4R². മൈനസ് ഇനിഷ്യൽ ഏരിയ എത്ര? 4πr². ഓക്കെ ആണോ? ഓക്കെ, സോ T ഇൻറ്റു 2 ഇൻറ്റു 4π 4 4 16 16πr² മൈനസ് 4πr² എത്ര? 12πr². ഓക്കെ ആണേ, വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 24. സോ 24πr² ഇൻറ്റു T എന്ന് വരും. ഓക്കെ, സോ ഇവിടെ സർഫസ് ടെൻഷൻ അവർ S എന്നാണ് വിളിച്ചേക്കുന്നത്. സോ 24πr² ഇൻറ്റു S. സിമ്പിൾ അല്ലയോ? സിമ്പിളാണ്. അങ്ങനെ ഏതാ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 8 mercury drops coils to form 1 mercury drop. The energy changes by a factor of. ഓക്കെ, സോ ദ എനർജി ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അതാണ്ട് എന്താണ്? എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പം ന്യൂ ഡ്രോപ്പിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ ഓൾഡ് ഡ്രോപ്പിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതാന്ന് നോക്കിയേ, ദ എനർജി ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പാണ്. അപ്പോൾ എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജീസ് ഓഫ് ഓൾഡ് ഡ്രോപ്സ് എന്നല്ല. ഓക്കെ, അപ്പോൾ ആ ഓൾഡ് ഡ്രോപ്സിനെ എല്ലാത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ഓൾഡ് ഡ്രോപ്പുകളുടെയും കൂടെ സമ്മായിട്ടുള്ള ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ കുഞ്ഞതായിട്ടിരുന്ന ഏതെങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ എനർജി നോക്കുക.
അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വലുതായപ്പോഴത്തേക്കും ഒരു വലിയ ഡ്രോപ്പ് കിട്ടി, അതിൻ്റെ എനർജി നോക്കുക. അപ്പോൾ കുഞ്ഞായിട്ടിരുന്ന ഇത് ഏതെങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ എനർജി നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. ഇപ്പോൾ എനർജീസ് ഓഫ് ഓൾഡ് ഡ്രോപ്സ് എന്നായിരുന്നെങ്കിൽ ഇനിഷ്യൽ എനർജി ആയിരുന്നെന്ന് പറയാം. മൊത്തത്തിൽ ആ സിസ്റ്റം മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഇനിഷ്യൽ എനർജി ആണെന്ന് പറയാം. കാരണം 8 കുഞ്ഞു ഡ്രോപ്പുകളുണ്ട്. ആ 8 കുഞ്ഞു ഡ്രോപ്പുകളുടെ എല്ലാം കൂടെ എനർജി ആയിരുന്നു ഇനിഷ്യൽ എനർജി. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു വലിയ ഡ്രോപ്പായി, അതാണെന്ന് തോന്നുന്നു ഫൈനൽ എനർജി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ് ഏതെങ്കിലും ഒരു കുഞ്ഞ് ഓൾഡ് ഡ്രോപ്പിൻ്റെ എനർജി കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യനില്ലാത്ത എന്തോന്ന് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാം ഫൈനൽ എനർജി എത്ര, അല്ലെങ്കിൽ ന്യൂ ഡ്രോപ്പിൻ്റെ എനർജി എത്ര. ഈ എൻ എന്ന് വിളിക്കാം ന്യൂ ഡ്രോപ്പിൻ്റെ എനർജി. നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. സർഫസ് ടെൻഷൻ T ആണ്. ഏരിയ എത്ര നമുക്കറിയാം, ഇത് ലിക്വിഡ് ഡ്രോപ്പ് ആ, സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഏരിയ മാത്രം എടുത്താൽ മതി. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം 4πr². വലിയ ഡ്രോപ്പ് ആയതുകൊണ്ട് വലിയ ആർ എന്നിട്ട് കൊടുക്കുക. സോ T × 4πr². എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ് ഈ O എന്ന് വിളിക്കാം. സോ T × 4π × കുഞ്ഞ് r². ഓക്കെ, സോ റേഷ്യോ കണ്ടുപിടിക്കാം. EN/EO എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T യും കട്ട് ചെയ്യും, 4π കട്ട് ചെയ്യും, r² എന്ന് വരും. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഈ വലിയ ആറും കുഞ്ഞാറും തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി? റേഷ്യോ കണ്ടുപിടിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ആ റിലേഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ ആറും കുഞ്ഞാറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക എളുപ്പം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വോളിയം കൺസേർവ്ഡ് അല്ലയോ? ഇനിഷ്യലി എത്ര വോളിയം ഉണ്ടായിരുന്നു? 8 മോളിക്യൂൾ ഉണ്ടായിരുന്നു. 8 × 4/3π കുഞ്ഞ് r³. കുഞ്ഞ് റേഡിയസ് അല്ലേ, കുഞ്ഞ് r³. ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4/3π വലിയ r³. ഇത്രയും വോളിയം കിട്ടി. ഓക്കെ, സോ 4/3π ക്യാൻസലായി. r³ അല്ലയോ? r³ അല്ലെങ്കിൽ r³ ഈസിക്കൽ എന്താ? 2r എന്ന് കിട്ടി. സോറി, r³ അല്ല, വലിയ r ഈസിക്കൽ എന്ത് കിട്ടി? 2r എന്ന് കിട്ടി. ഓക്കെ, സോ r³ ഈസിക്കൽ 8r³ ക്യൂബ് റൂട്ട് എടുക്കുക. r ഈസിക്കൽ എന്ത് കിട്ടി? 2r എന്ന് കിട്ടി. സോ r ഈസിക്കൽ 2r കൊടുത്ത് നോക്ക്. r ഈസിക്കൽ 2r കൊടുത്ത് നോക്ക്. അപ്പോൾ 4r² ഡിവൈഡഡ് ബൈ r² ക്യാൻസൽ, 4 എന്ന ആൻസർ കിട്ടി. സോ എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്, അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പോൾ സർഫസ് എനർജികൾ, ഇനിഷ്യൽ സർഫസ് എനർജി ഫൈനൽ സർഫസ് എനർജിയും കൂടെ ഉള്ള റേഷ്യോ അല്ല ചോദിച്ചേക്കുന്നത് ഇവിടെ. എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് 8 ചേർന്നൊരു വലിയ ഡ്രോപ്പ് ഉണ്ടായി, ആ വലിയ ഡ്രോപ്പിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ ഓൾഡ് ഡ്രോപ്പ്. ഓൾഡ് ഡ്രോപ്പ് എങ്ങനെ ഇരുന്നതാ? കുഞ്ഞതായിട്ടിരുന്നതാ. സോ ആ കുഞ്ഞ് ഒരു ഡ്രോപ്പിൻ്റെ എനർജി അത്രേ ആലോചിക്കുന്നുള്ളൂ. ഓക്കെ, എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പോൾ എനർജീസ് ഓഫ് ഓൾഡ് ഡ്രോപ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നത് എന്താ? ഫൈനൽ എനർജിയും ഇനിഷ്യൽ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നത്, എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ എനർജി മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ ആണേ? ഓക്കെ, സോ അങ്ങനെ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A certain number of spherical drops of a liquid of radius r coalesce to form a single drop of radius r and volume v. If T is the surface tension of the liquid, then energy is equal to. ഓക്കെ, അപ്പോൾ ഒരു കുറേ കുഞ്ഞ് സ്പെറിക്കൽ ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർന്ന് വലിയൊരു സ്പെറിക്കൽ ഡ്രോപ്പായി. അങ്ങനെയാണെങ്കിൽ ആ എനർജി, ആ സ്പെറിക്കൽ ഡ്രോപ്പിന് കിട്ടിയ എനർജി, ആ വലുതായപ്പോൾ ഉണ്ടായ എനർജി, ആ മാറ്റം ഉണ്ടായ എനർജി എന്ന് പറയുന്നത് കുറേ എനർജി അബ്സോർബ് ചെയ്യുകയാണോ ചെയ്ത് കുറേ എനർജി റിലീസ് ചെയ്യുകയാണോ ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ തന്നേക്കുന്നത്? ആ ചേഞ്ച് ഇൻ എനർജി. ഇത് ശരിക്കും പറഞ്ഞാൽ എനർജി ഈസിക്കൽ തന്നേക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ എനർജിയാണ്. നമുക്കറിയാം ഇനിഷ്യലി ആ സിസ്റ്റത്തിന് ഒരു എനർജി ഉണ്ടായിരുന്നു, ആ കമ്പൈൻ ചെയ്ത് ലിക്വിഡ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വലിയൊരു ലിക്വിഡായി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? എനർജി ചേഞ്ച് ഉണ്ടായി. സോ ആ എനർജി ചേഞ്ച് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവർ തന്നേക്കുന്നത്. ആ എനർജി ചേഞ്ച് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് ഇക്വേഷൻ തന്നേക്കുന്നതെല്ലാം വോളിയത്തിൻ്റെയും സർഫസ് ടെൻഷൻ്റെയും ഈ റേഡിയസുകളുടെയും ടേംസിലാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? എനർജി ചേഞ്ച് തന്നേക്കുന്നത്. സോ എനർജി അബ്സോർബ്ഡ് ആണോ റിലീസ്ഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം നമുക്ക് എന്തായാലും അറിയാം, എനർജി കുഞ്ഞു മോളിക്യൂളായിരുന്നു കമ്പൈൻ ചെയ്ത് വലിയ മോളിക്യൂളായി. നമുക്കറിയാം കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ടിരിക്കുമ്പോൾ താണ്ട് ഇങ്ങനെ കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ടിരിക്കുമ്പം സർഫസ് ഏരിയ ശരിക്കും പറഞ്ഞാൽ എന്താ? കൂടുതലാണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഇതേ പ്ലസ് ഇതേ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സർഫസ് ഏരിയ ഇൻഡിവിജ്വലായിട്ട് കൂട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ സർഫസ് ഏരിയ എന്തായിരിക്കും? കൂടുതലായിരിക്കും കുഞ്ഞു പീസസ് ആയിട്ടിരിക്കുമ്പോൾ. വലുതാകുമ്പോൾ സർഫസ് ഏരിയ എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലയോ? ഇവിടെ എനർജി കുറവായിരിക്കും. സോ ഫൈനൽ എനർജി കുറവും ഇനിഷ്യൽ എനർജി കൂടുതലായിരിക്കും. സോ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്ന ഒരു സാധനം എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. ഫൈനലേ മൈനസ് ഇനിഷ്യൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത് അല്ലയോ? സോ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എനർജി എന്ത് ചെയ്തേക്കുക?
എനർജി റിലീസ് ചെയ്തേക്കുക. ഓക്കെ, എനർജി എന്ത് ചെയ്തേക്കുക? റിലീസ് ചെയ്തേക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും ഓപ്ഷൻ എന്തായിരിക്കും? എനർജി റിലീസ്ഡ് ആയിരിക്കും. സോ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആയിരിക്കും. ബി ഓപ്ഷനും സി ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. സോ ചില ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇവിടെ പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റിലീസ്ഡ് ആണെന്ന് മനസ്സിലായി, പക്ഷേ റിലീസ്ഡ് തന്നെ 2 ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. സോ അതാ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ പറ, നമുക്കറിയാം ഇനിഷ്യൽ എനർജി ഈ ഐ എന്ന് വിളിച്ചു. ഇനിഷ്യൽ എനർജി എത്ര ആയിരുന്നു? ഇനിഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എൻ കുഞ്ഞു ഡ്രോപ്സ് ഉണ്ടായിരുന്നു അല്ലയോ? നമുക്കറിയാം സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 4πr². അല്ലെങ്കിൽ നമുക്കറിയാം ഈ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വർക്ക് ഡൺ തന്നെ അല്ലയോ? ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വർക്ക് ഡൺ തന്നെ. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡെൽറ്റ എ അങ്ങ് ചെയ്താൽ മതി. ഡെൽറ്റ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 ടൈംസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ലിക്വിഡ് ഡ്രോപ്പാണ്. സോ 2 ടൈംസ് ഇല്ല, ഒറ്റ സർഫസേ ഉള്ളൂ. സോ ടി ഇൻറ്റു ഡെൽറ്റ എ. ഡെൽറ്റ എ എന്ന് പറയുമ്പോൾ എത്ര? ഇനിഷ്യലി എത്ര ആയിരുന്നു? 4. ഓക്കെ, ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ. നമ്മുടെ ജനറൽ ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയ എത്ര? ഫൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ 4π വലിയ r² മൈനസ് ഇനിഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? n കുഞ്ഞു ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു അല്ലയോ? സോ n ഇൻറ്റു ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഇനിഷ്യൽ ഏരിയ എത്ര ആയിരുന്നു? n ഇൻറ്റു 4π കുഞ്ഞ് r². ഓക്കെ, കുഞ്ഞ് ഇതായിരുന്നതിൻ്റെ റേഡിയസ് കുഞ്ഞാറെന്ന് വിചാരിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു, പക്ഷേ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, നമ്മുടെ ഇക്വേഷനകത്തെല്ലാം എന്താ കിടക്കുന്നത്? വോളിയത്തിൻ്റെയും സർഫസ് ടെൻഷൻ്റെയും പേരില്ല. സർഫസ് ടെൻഷൻ നമുക്കുണ്ട്, പക്ഷേ നമുക്ക് ആരില്ല? വോളിയം ഇല്ല. അപ്പോൾ വോളിയത്തിൻ്റെ ടേംസിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വോളിയത്തിൻ്റെ ഒരു ടേം അവിടെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതായത് എളുപ്പമാണ്. നമുക്കറിയാം വോളിയം, ഫൈനൽ വോളിയം എത്ര ആയി? വി വോളിയം ആയെന്നാണ് പറയുന്നത് ഇല്ലയോ? അത് കൂടി ചേർന്ന് വലിയ റേഡിയസ് ഉള്ള ഒരു വലിയ ഡ്രോപ്പായി. ആ ഡ്രോപ്പിൻ്റെ വോളിയം എത്ര ആയിരുന്നു? വി ആയിരുന്നു. നമുക്കറിയാം ആ വി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വി വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ അല്ലയോ? വി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 4/3πr³. നമുക്കിവിടെ 4πr² ഉണ്ട്. നമുക്ക് ആരുടെ കുറവുണ്ട്? ഒരു ഇൻറ്റു ആർ ചെയ്തായിരുന്നെങ്കിൽ ഇത് r³ കിട്ടിയേനെ. ഒരു /3 വേണം അല്ലയോ? ആണ്. അങ്ങനെ ആയതാന്ന് നോക്കിയാൽ ഇവിടെ 4/3 വേണം. ഞാൻ എന്ത് ചെയ്തു? ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എൻ്റെ ഉള്ളത് 4πr² ആയിരുന്നു. എനിക്ക് 4/3πr³ വേണം. ഞാനൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. 4/3π എനിക്ക് r² ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് r³ വേണ്ടുന്നത്. സോ ഞാനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ 6 കൊണ്ട് എന്ത് ചെയ്യാൻ വേണം? ഡിവൈഡ് ചെയ്യാൻ വേണം. പ്രശ്നം തീർന്നു. മൈനസ് n ഇൻറ്റു 4πr². ഇനിയൊരു വിഷയമുണ്ട്. ഇവിടെ n ഉണ്ട്. നമ്മുടെ ഇക്വേഷനകത്ത് വല്ലോ n ഉണ്ടോ? n ഇല്ല. അപ്പോൾ n-നെയും മാറ്റണം. n-നെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഫൈനലിൽ കിട്ടിയ വോളിയം എത്ര? n കുഞ്ഞ് ഡ്രോപ്പുകൾ ചേർന്നുണ്ടായതാണ് അല്ലേ? വോളിയം കൺസർവേഷൻ വെച്ച് നമുക്ക് പറയാം ഫൈനൽ വോളിയം എങ്ങനെയാണ് കിട്ടിയത്? n ഇൻറ്റു 4/3π കുഞ്ഞ് r³ അല്ലയോ? 4/3πr³ ചെയ്താൽ മതി. എന്ത് കിട്ടാൻ എനിക്ക്? n ഇൻറ്റു 4/3πr³ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഫൈനൽ വോളിയം കിട്ടും. കാരണം ഈ n കുഞ്ഞ് വി വോളിയമുള്ള 4/3πr³ വോളിയമുള്ള n എണ്ണം ചേർന്നിട്ടാണ് എനിക്ക് ഈ വി വോളിയം കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? വോളിയം കൺസർവേഷൻ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ അതിൽ നിന്ന് n ഈക്വൽ ടു എന്ത് എഴുതാം? 3v / 4πr³ എന്ന് എഴുതാം. സോ ആ n-ന് റീപ്ലേസ് കൊടുക്കാം. 3v / 4πr³ ഇൻറ്റു ഇവിടെ എന്തോ ഉണ്ടായിരുന്നൊരു πr² ഉണ്ടായിരുന്നു. ഓക്കെ, സോ പൈ എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. r² ഒരു 6 എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. അതേപോലെ എന്തുകൊണ്ട് പിന്നെ ക്യാൻസലാവാൻ? 4πr² ആയി ഇവിടെ ഉള്ളത് അല്ലേ? സോ ആ 4ഉം എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കിയാൽ 4/3πr³ എനിക്ക് എന്തോ എഴുതാം? 4/3πr³ അത് ശരിക്കും പറഞ്ഞാൽ ആരാ? നമ്മുടെ വോളിയം അല്ലയോ? സോ ടി ഇൻറ്റു 3 ഇൻറ്റു വോളിയം എന്ന് കിട്ടും. സോ 3v / r എന്ന് കിട്ടും. മൈനസ് ഇവിടെ എന്തുകൊണ്ട്? 3v / കുഞ്ഞാറുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. സോ ഡെൽറ്റ ഇ നമ്മുടെ ചേഞ്ച് ഇൻ എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3v നമുക്ക് ഇനി കോമൺ എടുക്കാം. സോ 3vt ഇൻറ്റു 1/r മൈനസ് 1/r. ഓക്കെ ആണോ? സോ 3vt ഇൻറ്റു 1/r മൈനസ് 1/r.
ഓക്കെ. സോ അങ്ങനെ ഓപ്ഷൻ വല്ലതും കിടപ്പുണ്ടോ? നമുക്കിവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, സി ഓപ്ഷൻ കിടപ്പുണ്ട്. 3VT ഇൻറ്റു 1/, കുഞ്ഞാറ് മൈനസ് വലിയ 1/, വലിയ ആർ എന്നാണ് വന്നിരിക്കുന്നത് അല്ലയോ. 1/, കുഞ്ഞാറ് മൈനസ് 1/, വലിയ ആർ എന്നാണ് വന്നിരിക്കുന്നത്. അതെന്താ അങ്ങനെ വന്നത്? നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡറേഷൻ ഡെൽറ്റ ഇ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഡെൽറ്റ ഇ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇതെന്തായിരിക്കും വരുന്നത്, ഈ വാല്യൂ എന്തായിരിക്കും വരുന്നത്, നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. സോ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് ആ വാല്യൂ എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ വാല്യൂ എന്തായാലും നെഗറ്റീവാണ്. സോ ഇതിനെ പോസിറ്റീവായിട്ട് എഴുതണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. പോസിറ്റീവായിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ആ എനർജി റിലീസ് ആയതാടാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. സോ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആൻസറിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ്, റിലീസ് ആയതാണെന്ന് മനസ്സിലാവാനായിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ നെഗറ്റീവ് വരുന്നത്. ഇനി എനിക്ക് ഈ വാല്യൂവിന് എന്തായിട്ട് എഴുതണം, പോസിറ്റീവായിട്ട് എഴുതണം. പോസിറ്റീവായിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതെന്തായാലും നെഗറ്റീവ് വാല്യൂ എന്ന് നമുക്കറിയാം. സോ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തോ ആയിക്കോളും, പോസിറ്റീവ് ആയിക്കോളും. പോസിറ്റീവായിട്ട് ആ വാല്യൂ എഴുതിയിട്ട്, ആ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് എഴുതിയിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ മതി, റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആ എനർജി എന്ത് ചെയ്താൽ റിലീസ് ആയതാണെന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ. സോ നെഗറ്റീവ് വാല്യൂ വരുന്നെങ്കിൽ നെഗറ്റീവായിട്ട് എഴുതണമെന്നില്ല, അതിനെ പോസിറ്റീവാക്കി എഴുതിയിട്ട് റിലീസ്ഡ് എന്ന് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാലും മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3VT. നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും, താണ്ട 1/r അങ്ങ് പോസിറ്റീവ് ആവും, ഈ 1/r എന്താവും, നെഗറ്റീവ് ആവും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുക റിലീസ്ഡ്, ഇങ്ങനെയും പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടി. സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 3VT ഇൻറ്റു 1/r മൈനസ് 1/r ഈസ് റിലീസ്ഡ്. കണ്ടോ, റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. സോ നോക്കാം, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The excess pressure inside a soap bubble is 3 times that of the other bubble, then the ratio of their volume will be. Okay. സോ രണ്ട് സോപ്പ് ബബിൾസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വോളിയം V1 ആണെന്ന് വിചാരിക്കുക, അടുത്തതിൻ്റെ വോളിയം എന്താ, V2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഇനി എന്താ പറഞ്ഞേക്കുന്നത്, നമുക്കറിയാം എക്സസ് പ്രഷർ ഒരു വോളിയത്തിലെ ഫസ്റ്റ് ബബിളിൻ്റെ എക്സസ് പ്രഷറും സെക്കൻഡ് ബബിളിൻ്റെ എക്സസ് പ്രഷറും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ തന്നിട്ടുള്ളത്, ഇതിൻ്റെ എക്സസ് പ്രഷർ എത്ര, ഇതിൻ്റെ എക്സസ് പ്രഷർ ΔP1 എന്ന് വിളിക്കാം. ΔP1 എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടില്ല, പക്ഷേ ΔP1 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ΔP2ൻ്റെ എത്ര ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ. സോ അതാ നോക്കിയേ, ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ഈസ് 3 times ദാറ്റ് ഓഫ് അതർ ബബിൾ. സോ ΔP1 എന്ന് പറഞ്ഞാൽ എന്താ, 3 times ഓഫ് ΔP2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ V1 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ΔP1 എക്സസ് പ്രഷർ ഓഫ് 1 എന്താ, എക്സസ് പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം എത്ര, 2T/R അല്ലേ. ഇവിടെ ബബിൾ അത് തന്നിരിക്കുന്നത്, ബബിൾ ആയതുകൊണ്ട് അതെന്താ 4T/R എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ. സോ 4T/R1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4T/R2. സോ നമുക്ക് മനസ്സിലാവും 4T ക്യാൻസൽ ആവും, R2 ഈസ് ഈക്വൽ ടു എന്താ 3R1. R2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 3R1 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ എന്താ 4/3πr³. സോ 4/3πയുടെ കാര്യം എഴുതിയേ വേണ്ട, കാരണം മുകളിലും 4/3π വരും, താഴെ ഒരു 4/3π വരും. അത് രണ്ടും എന്ത് ചെയ്തോളും, ക്യാൻസൽ ആയി പോകും. സോ ഇതെന്താ വരുന്നത്, R1³ ഡിവൈഡഡ് ബൈ R2³. ബാക്കി എല്ലാം എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ V1 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു R1³. R1³ നമുക്ക് R1³ എന്ന് തന്നെ എഴുതാം. R2 നമുക്ക് എന്ത് ചെയ്യാം, 3R1 എന്ന് എഴുതാം. സോ 3³ എത്ര, 27R1³. ഓക്കെ. സോ R1³ ക്യാൻസൽ ആയി പോകും. ഒന്നുമില്ല, R2³ വരെ എന്ത് ചെയ്തു, 3R1³ അല്ലേ, അതായത് 27R1³ എന്നായി. R1 വെട്ടിപ്പോയി. സോ V1/V2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 1/27 കിട്ടി അല്ലേ. 1:27. ഓപ്ഷൻ ഡി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0.04 cm liquid column balances the excess pressure inside a soap bubble of radius 6 mm. Evaluate the density of the liquid. Surface tension of soap solution is 0.03 Newton/meter. Okay. സോ സിമ്പിൾ ചെയ്യാനായിട്ട് എക്സസ് പ്രഷർ നമുക്കറിയാം. എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ, ΔP ഈസ് ഈക്വൽ ടു എന്താ, നമുക്ക് സർഫസ് ടെൻഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ അറിയാമല്ലോ. അതായത് ഈ ലിക്വിഡ് നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സോപ്പ് ബബിളിൻ്റെ ടെൻഷൻ തന്നിട്ടുണ്ട്. സോ സോപ്പ് ബബിളിനകത്ത് ഉണ്ടാകുന്ന എക്സസ് പ്രഷർ എത്ര, 4T ഡിവൈഡഡ് ബൈ R അല്ലേ, 4T ഡിവൈഡഡ് ബൈ R. ഓക്കെ. ഇവിടെ സോപ്പ് ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടോ, 6 mm തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് വാല്യൂസ് എല്ലാം പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്തായാലും എനിക്ക് വേറൊരു കാര്യം അറിയാം, ഈ എക്സസ് പ്രഷർ ബാലൻസ് ചെയ്തേക്കുന്ന ആരാ, ഈ എക്സസ് പ്രഷർ ബാലൻസ് ചെയ്തേക്കുന്നത് 0.04 cm ലിക്വിഡ് കോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സസ് പ്രഷറിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 4T/R എന്ന് പറയുന്ന എക്സസ് പ്രഷറും നമ്മുടെ H ഹൈറ്റിൽ 0.04 cm H ഹൈറ്റിൽ
ഉണ്ടായേക്കുന്ന ആ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ എന്ത് തന്നെയാണ്, സെയിം തന്നെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ അതായത് ഈ എക്സസ് പ്രഷർ, ബബിളിനകത്തുള്ള എക്സസ് പ്രഷറും മറ്റേ ലിക്വിഡ് കോളം കൊണ്ടുണ്ടാകുന്ന ഗേജ് പ്രഷർ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് അവർ പറഞ്ഞിരുന്നത് 0.04 സെൻറ്റിമീറ്റർ ലിക്വിഡ് കോളം ബാലൻസസ് ദ എക്സസ് പ്രഷർ ഓഫ് ഇൻസൈഡ് എ സോപ്പ് ബബിൾ. ഓക്കെ ആണോ? ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് അന്നേരം, എച്ച് റോ ജി എന്ന് എഴുതാം. ഈ ഡെൻസിറ്റി എന്താ, ആ ലിക്വിഡ് കോളത്തിനകത്തുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. സോ ആ റോയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ റോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 4T ബൈ റോ ആർ ജി, 4T ഡിവൈഡഡ് ബൈ റോ ആർ ജി. ഓക്കെ ഓക്കെ, സോറി, റോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ റോ ഈസ് ഈക്വൽ ടു 4T ഡിവൈഡഡ് ബൈ എച്ച് ജി അല്ലയോ, എച്ച് ആർ ജി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 4T ഡിവൈഡഡ് ബൈ എച്ച് ആർ ജി. ഇനി നമുക്ക് എല്ലാത്തിനും വാല്യൂസ് കൊടുക്കാം. സോ 4 നമ്മുടെ കയ്യിലുണ്ട്, ടെൻഷൻ, സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്, ടി എത്ര, 0.03 ന്യൂട്ടൺ പെർ മീറ്റർ ഡിവൈഡഡ് ബൈ, നമുക്ക് SI യൂണിറ്റില്ല, എല്ലാ SI യൂണിറ്റിലാക്കാം അന്നേരം. സോ 0.04 സെൻറ്റിമീറ്റർ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, 0.04 ഇൻറ്റു 10⁻⁻² മീറ്ററിലാക്കണം അല്ലേ. സോ 10⁻⁻² ഇൻറ്റു ആർ എത്ര, റേഡിയസ് എത്ര, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 6 മില്ലിമീറ്റർ. സോ 6 ഇൻറ്റു 10⁻³ മീറ്റർ ആയത്. ഇനി എന്തുകൊണ്ട്, ജി ഉണ്ട്, ജി നമുക്ക് 10 ആയിട്ട് അസ്യൂം ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമെന്ന് നോക്കാം. ഈ 10⁻³ മേളിൽ പോയി കഴിഞ്ഞാൽ എന്താവും, 10 സ്ക്വയർ ആവും. സോ ഇത് മേളിലുള്ളത് 4 ഇൻറ്റു ആ 10 സ്ക്വയർ ആകുമ്പോഴത്തേക്കും അതെന്താവും, ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും, 3 ആവും. ഓക്കെ, ഇനി അതേപോലെ ഒരു 10⁻³ അത് 10⁻³ ആയിട്ട് തന്നെ മേളിൽ കിടക്കട്ടെ. നമ്മുടെ ആൻസറിലെല്ലാം ഒരു 10⁻³ കിടപ്പുണ്ട് അല്ലയോ. സോ അത് 10⁻³ ആയിട്ട് തന്നെ മേളിൽ കിടക്കട്ടെ, ഡിവൈഡഡ് ബൈ. ഇനി എന്തൊക്കെയുണ്ട്, ഇതാ നോക്കിയേ, ഇവിടെ ഒരു 10 ഉണ്ടായിരുന്നു, 10 അത് 0.4 ആവും, 0.4 ഇൻറ്റു 6 എന്ന് വരും അല്ലയോ. 0.4 എനിക്ക് 4/10 എന്ന് എഴുതാം അല്ലയോ. സോ ആ 4 ഈ 4 കൂടെ ക്യാൻസൽ ചെയ്യാം. സോ 30 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സിമ്പിളായിട്ട് ചെയ്തുകൂടെ, സിമ്പിളായിട്ട് ആൻസറിലെത്തി. ഓക്കെ, സോ 5 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ കാണുമ്പോൾ 5 ഇൻറ്റു 10⁻³ ആണ്. ഓക്കെ, ഇത് 103 അല്ല, 10⁻³ ആണ്. ഓക്കെ.